എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരുവീഡിയോയിലേക്ക് സ്വാഗതം. SLC പബ്ലിക് എക്സാം റിസൾട്ട് 2025 SLC പരീക്ഷാഫലം മെയ് മാസം 9-ാം തീയതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ റിസൾട്ട് അനൗൺസ്മെന്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ മെയ് മാസം 14 മുതൽ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷനായി അപേക്ഷ കൊടുക്കാം. റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? അടച്ച പൈസ നഷ്ടമാകുമോ എന്നിങ്ങനെ. പിന്നെ പരീക്ഷയുടെ കാര്യം. പരീക്ഷ മെയ് 24 മുതൽ ജൂൺ 2 വരെ നടക്കും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനിണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. SLC പബ്ലിക് എക്സാം റിസൾട്ട് 2025 റീവാലുവേഷന് വിദ്യാർത്ഥികൾക്ക് മെയ് 14 മുതൽ അപേക്ഷിക്കാം. SLC പരീക്ഷാഫലം മെയ് മാസം 9-ാം തീയതി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ അനൗൺസ്മെന്റ് ചെയ്തു. അപ്പോൾ റീവാലുവേഷനായിട്ട് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം? മെയ് മാസം 14 മുതൽ അപേക്ഷിക്കാം. സാധാരണ 2 തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ കൊടുക്കുന്നത്. ഒന്നാമത്തെ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് കിട്ടുക. നിങ്ങൾ കുറച്ചും കൂടി മാർക്കൊക്കെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു, ബട്ട് എന്തില്ല, ആ പ്രെഡിക്റ്റ് ചെയ്ത മാർക്ക് എനിക്ക് കിട്ടിയില്ല. അത് ഞാൻ വിചാരിച്ച മാർക്ക് എനിക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ നിങ്ങൾ ഫെയിൽ ആയിപ്പോയി. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ 40 മാർക്കിൻ്റെ എക്സാമിൽ 12ഉം 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്കുമാണ് SLC പരീക്ഷ പാസ്സാകാൻ വേണ്ടത്. അപ്പോൾ 40 മാർക്കിൻ്റെ എക്സാമിൽ 12 മാർക്ക് കിട്ടാതെ വരുമ്പോൾ ഒരു 11 കിട്ടുമ്പോൾ ഫെയിൽ ആയിപ്പോവും. 80 മാർക്കിൻ്റെ എക്സാമിൽ 24 കിട്ടാതെ വരുമ്പോൾ ഫെയിൽ ആയിപ്പോവും. അങ്ങനെ വരുമ്പോൾ 1-2 മാർക്കിന് തോറ്റുപോയ വിദ്യാർത്ഥികളും ഇങ്ങനെയുള്ള 2 കൂട്ടർ വിദ്യാർത്ഥികളാണ് റീവാലുവേഷനായി കൊടുക്കുന്നത്. 1 മാർക്കോ 2 മാർക്കോ കിട്ടിയാൽ പാസ്സാവും. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടില്ല, എനിക്ക് ഞാൻ എഴുതിയത് വെച്ച് ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് പരീക്ഷ ചെയ്താണ്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെഴുതാണ്, ഞാൻ വിചാരിച്ചതിന് ഏതാണ്ട് അടുത്തുപോലും മാർക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള 2 തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ടും റീവാലുവേഷൻ കൊടുക്കുന്നത്. അല്ലാത്തവരും കൊടുക്കുന്നുണ്ട്, ബട്ട് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് കൊടുക്കുന്നത്. റീവാലുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അത് നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് കൂടും? ഇനി മാർക്ക് കൂടും. ഇനി ഞാൻ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് കൂടും എന്ന് നിങ്ങൾക്കൊരു പ്രെഡിക്റ്റ് കാണും. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിചാരിച്ച മാർക്ക് കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് പരീക്ഷ എഴുതാണ്, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എഴുതാണ്, നല്ല രീതിയിൽ ഞാൻ എഴുതിയ രീതി വെച്ച്, അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ആൻസർ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയാൽ പോരാ, എനിക്ക് കുറച്ചധികം മാർക്ക് കിട്ടേണ്ടതായിരുന്നു. നോക്കി ടീച്ചറുടെ എന്തെങ്കിലും മിസ്റ്റേക്കാണ്. എങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റീവാലുവേഷൻ കൊടുക്കാം. അങ്ങനെയെങ്കിൽ മാർക്ക് കൂടും. അടച്ച പൈസ നഷ്ടമാകുമോ? നിങ്ങൾക്ക് ഏതാണ്ട് 8 മാർക്കോ അതിന് മേലേക്കോ കൂടുമ്പോഴാണ് നിങ്ങൾ അടച്ച പണം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ടായി ലഭിക്കുക. അതായത് റീവാലുവേഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ 8 മാർക്ക്, നിലവിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ ഉള്ളത്, നിങ്ങൾക്ക് മാർക്ക് കാണാൻ പറ്റില്ല, ബട്ട് ഓക്കെ, പക്ഷേ ഗ്രേഡേ കാണാൻ പറ്റുമോ? അത് ശരി തന്നെ. പക്ഷേ 8 മാർക്കോ അതിന് മേലേക്കോ നിങ്ങൾക്ക് കൂടുകയാണ്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വിചാരിച്ച മാർക്ക് കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പം 8 മാർക്കോ അതിന് മേലേക്കോ കൂടുകയാണെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്യും? വിദ്യാർത്ഥികൾക്ക് ആ എമൗണ്ട് റീഫണ്ട് കൊടുക്കുന്നതായിരിക്കും. ഇനി പരീക്ഷ മെയ് മാസം 24 എന്നാണ് കാണിക്കുന്നത്. അത് തെറ്റുണ്ട്, 28ആണ്. ഞാൻ തമ്മിൽ വരുമ്പോൾ അത് മാറ്റിക്കോളാം. 24 അല്ല, 28ആണ്. മെയ് മാസം 28-ാം തീയതി മുതൽ ജൂൺ 2 വരെയാണ് എന്ത് ചെയ്യുന്നത്? പരീക്ഷ. SLCയുടെ പരീക്ഷ നടക്കുന്നത് മെയ് മാസം 28-ാം തീയതി മുതൽ ജൂൺ 2 വരെയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, ഇപ്പം തോറ്റുപോയ പല കാരണങ്ങളാൽ തോറ്റുപോയി, ഒരു വിഷയത്തിനൊക്കെ തോറ്റുപോയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇനി SLC പരീക്ഷ എഴുതിയിട്ട് എനിക്ക് +1 അലോട്ട്മെൻറ്റ് പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മുഖ്യഘട്ടത്തിൽ എന്തായാലും നിങ്ങൾക്ക് അവസരം ലഭിക്കില്ല. കാരണം ഇപ്പോൾ മെയ് മാസം 14-ാം തീയതി മുതൽ അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളും ആരംഭിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയം, ഇപ്പോൾ SLC ഫെയിലായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അലോട്ട്മെൻറ്റ് നേടിയെടുക്കാനും സാധിക്കും. ഈ ഒരു വർഷം പോകുമോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, വർഷം പോകുന്നില്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ഏതെങ്കിലും വിഷയത്തിന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ആ പരീക്ഷ എഴുതി എങ്ങനെയും എഴുതിയെടുക്കാൻ നോക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കാനും പിന്നീട് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ടൈമിൽ അഡ്മിഷൻ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ കാണാം. അതുവരേക്കും അതിനെ മിസ് കറിയ ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.